السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والعاقبة للمتقين والصلاة والسلام على سيد المرسلين وعلى آله وأصحابه أجمعين أما بعد. ബഹുമാനമുള്ള സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ നമ്മുടെ വിഷയം ദുൽഖഅദ് മാസത്തിലാണ് നമ്മളൊക്കെ ഉള്ളത്. ദുൽഖഅദ് എന്ന് പറഞ്ഞാൽ ഹജ്ജിൻ്റെ മാസമാണ്. ഹജ്ജ് എന്ന് പറയുന്ന ആ ഒരു പുണ്യകർമ്മം, അതിൽ പങ്കെടുക്കാനുള്ള ഒരു അവസരമുണ്ടാവുക, ഭാഗ്യമുണ്ടാവുക എന്ന് പറഞ്ഞാൽ അത് വലിയ ഒരു ഭാഗ്യമാണ്. അള്ളാഹു നൽകിയ മഹത്തായ ഒരു അനുഗ്രഹമാണ് മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയും നിർവഹിക്കുക എന്നുള്ളത്. അത് എല്ലാവർക്കും ലഭിക്കണമെന്നില്ല. അള്ളാഹുവിൻ്റെ ഒരു തൗഫീഖ്, അള്ളാഹുവിൻ്റെ ഒരു പ്രത്യേകമായ ഒരു സന്തോഷം അവനോട് ഉണ്ട് എന്നുള്ളതാണ്. ഹജ്ജിന് പോയി എന്നുള്ളത് കൊണ്ടല്ല, അള്ളാഹു പൊരുത്തപ്പെടുന്ന ഒരു രൂപത്തിൽ ഹജ്ജ് കർമ്മം പൂർത്തിയാക്കാൻ ഒരാൾക്ക് സാധ്യമായി എന്നുള്ളത് കൊണ്ട്. കാരണം അല്ലാഹു തആല ഹജ്ജ് എല്ലാവരോടും പറഞ്ഞിട്ടുമില്ല. വിശുദ്ധ ഖുർആൻ സൂറത്തു ആലു ഇമ്രാൻ നമ്മളെ പഠിപ്പിക്കുന്നത് വലില്ലാഹി അലന്നാസി ഹിജ്ജുൽ ബൈത്തി മനിസ്തതഅ ഇലൈഹി സബീല. സമ്പത്ത്, സൗകര്യം, മറ്റുള്ള യാത്ര, ഈ കാര്യങ്ങളൊക്കെ ഒത്തിണങ്ങി വന്നിട്ട് ഒരാൾ ഹജ്ജ് നിർവഹിക്കുക എന്നുള്ളത് അയാളുടെ മേൽ ബാധ്യതയാണ്. അയാൾക്ക് ഹജ്ജ് അപ്പോഴാണ് നിർബന്ധമാകുന്നത്. അയാൾക്ക് സമ്പത്ത് വേണം, അയാൾക്ക് ആരോഗ്യം വേണം, വഴിയും കൃത്യമാകണം. മനിസ്തതഅ ഇലൈഹി സബീല എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതാണ് എന്ന് മഹാന്മാർ രേഖപ്പെടുത്തുന്നുണ്ട്. ആ പുണ്യഭൂമിയിൽ എത്തിക്കൊണ്ട് ധാരാളം നന്മകൾ നിർവഹിക്കാൻ അയാൾക്ക് അവസരമുണ്ടാകുന്നു എന്നുള്ളത് തന്നെ വലിയ ഭാഗ്യമാണ്. കാരണം ഹജ്ജ് നിർവഹിക്കാൻ പോകുന്നത് തന്നെ അല്ലാഹു അവനിക്ക് പ്രത്യേകമായ സംരക്ഷണം ഏർപ്പെടുത്തുന്നുണ്ട് എന്നുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്ന ഹദീസ് ഇമാം ബൈഹഖി, അതുപോലെ ഇമാം തൊബ്രാനി എന്നീ രണ്ട് മഹാന്മാരായ പണ്ഡിതന്മാർ അവരുടെ ഹദീസ് ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തുന്നുണ്ട്. അൽ ഹുജ്ജാജു വൽ ഉമ്മാറു വഫ്തുല്ലാഹ്. ഹജ്ജിന് പോകുന്നവരും ഉംറക്ക് പോകുന്നവരും അള്ളാഹുവിൻ്റെ സംരക്ഷണത്തിലാണ്. യുഅ്തീഹിം മാ സഅലൂ, അവർ ചോദിച്ചതൊക്കെ അല്ലാഹു കൊടുക്കും. വയസ്തജീബു ലഹും മാ ദഅഉ, അവർ ദുആ ചെയ്തതിനൊക്കെ അള്ളാഹു ഉത്തരം കൊടുക്കും. മാത്രമല്ല, അവർ ചെലവഴിച്ച ഓരോ ദിർഹമിനും, ഹജ്ജിന് വേണ്ടി ഇപ്പോൾ നമ്മളുടെ ഓരോ ഹാജിമാർ, നമ്മളെ ഇന്ത്യയിൽ നിന്ന്, കേരളത്തിൽ നിന്ന് പോകുന്ന ആളുകൾ ലക്ഷങ്ങൾ മുടക്കിയിട്ടാണ് പോകുന്നത്. അപ്പോൾ അവർ ചെലവഴിക്കുന്ന ആ ഒരു ദിർഹമിന് ലക്ഷങ്ങളാണ് അല്ലാഹു തആല നാളെ പരലോകത്ത് നൽകുന്നത്. ഒരു ദിർഹമിന് 1,00,000 പ്രതിഫലം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഉംറക്ക് പോകുന്നതും അങ്ങനെയാണ്. ഉംറക്കാകുമ്പോൾ 1,00,000 താഴെയാണ് വരുന്നത്. ഹജ്ജിനാകുമ്പോൾ 3-4 ലക്ഷങ്ങൾ ചെലവഴിച്ച് കൊണ്ടാണ് പോകുന്നത്.
ആ ലക്ഷങ്ങളിൽ എത്രയോ ദിർഹമുകളുണ്ട്. ആ ഓരോ ദിർഹമിനും നാളെ റബ്ബ് കൊടുക്കുന്നത് ഒരു ദിർഹമിന് 1,00,000 പ്രതിഫലമാണ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അള്ളാഹു നമുക്കൊക്കെ ഭാഗ്യം നൽകട്ടെ. ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന ശ്രദ്ധിക്കുന്ന എല്ലാവർക്കും അള്ളാഹു ഹജ്ജിന് പോകാൻ ഉംറക്ക് പോകാൻ തൗഫീഖ് നൽകട്ടെ. നമുക്കും നമ്മുടെ കുടുംബങ്ങൾക്കും അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അത്ര പ്രതിഫലമാണ് ഹജ്ജിന് ഉംറക്ക് ഒക്കെ. കാരണം അങ്ങനെ ഒരാൾ അവിടെ എത്തി മക്ബൂലായ ഹജ്ജ്, മബ്രൂറായ ഹജ്ജ് നിർവഹിച്ചാൽ അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, ഹജ്ജുൽ മബ്രൂർ ലൈസ ലഹു ജസാഉൻ ഇല്ലൽ ജന്ന. സ്വീകാര്യമായ ഹജ്ജ്, അള്ളാഹു ഇഷ്ടപ്പെടുന്ന ഹജ്ജ്, അഥവാ കൃത്യമായ അള്ളാഹുവിൻ്റെ പൊരുത്തത്തിനു വേണ്ടി നിർവഹിച്ചു, അതും കൃത്യമായ അള്ളാഹുവിൻ്റെ പൊരുത്തത്തിലായി സമ്പാദിച്ച സമ്പാദ്യം കൊണ്ട്. അള്ളാഹു പൊരുത്തപ്പെടുന്ന രൂപത്തിൽ ഒരാൾ ഹജ്ജ് നിർവഹിച്ചാൽ അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു, ആ ഹജ്ജിന് സ്വർഗം പ്രതിഫലമാണ്. എന്ന് പറഞ്ഞാൽ അതിന് ഏറ്റവും ചുരുങ്ങിയത് കൊടുക്കുന്നത് സ്വർഗമാണ്. അതിൻ്റെ അപ്പുറത്തേക്ക് ഒരുപാട് പ്രതിഫലങ്ങളുണ്ട്. ഒരുപാട് സമ്മാനങ്ങളും ഒരുപാട് സന്തോഷങ്ങളും ഒരുപാട് വാഗ്ദാനങ്ങളും അള്ളാഹു അവന് നൽകുകയും അതെല്ലാം അള്ളാഹു അവന് പൂർത്തീകരിച്ചു കൊടുക്കുകയും ചെയ്യും. സ്വർഗം ഏതായാലുമുണ്ട്. ഹജ്ജിന് സ്വർഗമേ ഉള്ളൂ എന്നല്ല, സ്വർഗം ഉണ്ട്, അതിൻ്റെ അപ്പുറത്തേക്ക് ഒരുപാട് നന്മകളുമുണ്ട്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹജ്ജിന് പോകുന്ന ആൾക്ക് വേണ്ടി ദുആ ചെയ്തിട്ടുണ്ട്. ഹജ്ജിന് വേണ്ടി പോകുന്ന ആൾക്കും അതുപോലെ ഹാജി ആർക്കൊക്കെ പൊറുക്കലിനെ തേടുന്നവർക്കൊക്കെ അള്ളാഹുവിൻ്റെ റസൂൽ ദുആ ചെയ്തിട്ടുണ്ട്. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ ഹാജി, അള്ളാഹുവേ ഹജ്ജിന് പോകുന്ന ആൾക്ക് പുറത്തു കൊടുക്കണേ റബ്ബേ. ഹജ്ജിന് പോകുന്ന ആൾക്ക് നീ പുറത്തു കൊടുക്കണം റബ്ബേ. വമൻ ഇസ്തഗ്ഫറ ലഹുൽ ഹാജ്, വമൻ ഇസ്തഗ്ഫറ, പൊറുക്കലിനെ തേടുന്നവനിക്കും, ലഹു ആ ആൾക്ക് പൊറുക്കലിനെ തേടുന്നു, ഹജ്ജ് പൊറുക്കലിനെ തേടുന്ന ആൾക്കും നീ പുറത്തു കൊടുക്കണേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്തിട്ടുണ്ട്. കാരണം ഹജ്ജിന് പോവുക എന്നുള്ളത് ഹാജിയുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുമെന്ന് തന്നെയാണ് ഹദീസിൻ്റെ വെളിച്ചത്തിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളത്. മാത്രമല്ല ഹജ്ജിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സന്ദർഭമാണ്, ഒരു ചടങ്ങാണ് അറഫയിൽ നിൽക്കുക. ദുൽഹിജ്ജ 9 അന്ന് അറഫ മരുഭൂമിയിൽ ഹജ്ജിന് പോയ ആളുകളൊക്കെ ഒരുമിച്ച് കൂടുക. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അവിടെ നിന്നവർ ചെയ്യുന്ന ദുആ അള്ളാഹു സ്വീകരിക്കും. ആ ദുആൻ്റെയും അള്ളാഹുവിൻ്റെ ഇടയിലും ഒരു മറയില്ല. അത്ര അവരുടെ ദുആ അള്ളാഹു സ്വീകരിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. റസൂലുള്ളാഹി പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, മിൻ മുസ്ലിമിൻ, ഒരു മുസ്ലിമും ഇല്ല, യഖിഫു അശിയത്തൻ അറഫ ബിൽ മൗഖിഫ്, അറഫയിൽ അവൻ താമസിക്കുന്നു, എന്നിട്ടോ വയസ്തഖ്ബിലുൽ ഖിബ്ലത ബിവജ്ഹിഹി, അവൻ കിബിലയിലേക്ക് തിരിയുന്നു. അഥവാ ഹജ്ജിന് പോയ ആൾ അറഫയിൽ ചെന്നിട്ട് അവിടെ സംഗമിക്കുമ്പോൾ കഅബ ഷരീഫിലേക്ക് കിബിലയിലേക്ക് തിരിഞ്ഞിട്ട് അവൻ നിൽക്കുന്നു. എന്നിട്ടവൻ പറയുന്നു ലാ ഇലാഹ
ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന് 100 പ്രാവശ്യം ഒരാൾ പറയുന്നു. ഇത് 100 പ്രാവശ്യം ഒരാൾ പറയുന്നു. എന്നിട്ട് പിന്നെ പറയുന്നു സുമ്മ യഖറഉ ഖുൽ ഹുവല്ലാഹു അഹദ് 100 മറ. ഖുൽ ഹുവല്ലാഹു അഹദ് 100 പ്രാവശ്യം ചൊല്ലുന്നു. സുമ്മ യഖൂലു അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ കമാ സല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീമ ഇന്നക ഹമീദും മജീദ്. അതും 100 പ്രാവശ്യം ചൊല്ലുന്നു. ഇങ്ങനെ ഒരാൾ ചൊല്ലിയാൽ മലക്കുകളോട് അള്ളാഹു പറയും, യാ മലായിക്കത്തി, എൻ്റെ മലക്കുകളെ, മജസാഉ അബ്ദി, എൻ്റെ അടിമയുടെ പ്രതിഫലം അതാ സബ്ബഹനി, എനിക്ക് തസ്ബീഹ് ചൊല്ലി, വഹല്ലലനി, എനിക്ക് തഹ്ലീൽ ചൊല്ലി, വകബ്ബറനി, തക്ബീർ ചൊല്ലി, വഅല്ലമനി, എന്നെ ബഹുമാനിച്ചു, വഅസ്ന അലയ്യ, എന്നെ അവൻ പുകഴ്ത്തി, വസല്ല അലാ നബിയ്യി, എൻ്റെ നബിൻ്റെ മേൽ അവൻ സ്വലാത്ത് ചൊല്ലി. അപ്പോൾ അള്ളാഹു പറയും, അവൻ്റെ പ്രതിഫലം എന്താ? മലക്കുകളെ ഇശ്ഹദൂ യാ മലായിക്കത്തി, എൻ്റെ മലക്കുകളെ നിങ്ങൾ സാക്ഷി നിന്നോളൂ. ഇന്നി ഖദ് ഗഫർതു ലഹു, ഞാൻ അവന് പുറത്തു കൊടുത്തു. വശഫഅതു ഫീ നഫ്സിഹി, അവൻ്റെ ശുപാർശ ഞാൻ സ്വീകരിക്കും. വലൗ സഅലനി അബ്ദി, എൻ്റെ അടിമ എന്നോട് ചോദിച്ചാൽ ലശഫഅതു ഫീ അഹ്ലി വലദതി, അവനിക്ക് ഞാൻ ശുപാർശ ചെയ്യാനുള്ള ഒരു സൗകര്യം ഞാൻ അവന് ഏർപ്പെടുത്തി കൊടുക്കും. മാത്രമല്ല മൻ സല്ലാ ഖൽഫൽ മഖാം, അപ്പം അള്ളാഹു കൊടുക്കണ അർഫാ ദിവസത്തിലെ ആ ഒരു കുറഞ്ഞ സമയം, അറഫയിൽ ഒരുമിച്ച് കൂടിയ ആൾ കിബിലയിലേക്ക് തിരിഞ്ഞ് ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദ് യുഹ്യി വയുമീതു വലാ കുല്ലി ഷൈഇൻ ഖദീർ 100 പ്രാവശ്യം, ഖുൽ ഹുവല്ലാഹു അഹദ് 100 പ്രാവശ്യം, ഇബ്രാഹിമിയ സ്വലാത്ത് 100 പ്രാവശ്യം ചൊല്ലിയാൽ മലക്കുകളെ വിളിച്ചിട്ട് അള്ളാഹു പറയാണ്, ഞാൻ അവനിക്ക് പുറത്തു കൊടുത്തു. മാത്രമല്ല അറഫയിൽ ഒരുമിച്ച് കൂടിയ മുഴുവൻ ആളുകൾക്കും ശുപാർശ ചെയ്യാനുള്ള ഒരു അവസരം, അവരുടെയൊക്കെ കർമ്മങ്ങൾ ഈ മനുഷ്യൻ കാരണം സ്വീകരിക്കപ്പെടുകയാണ്. അത്ര പ്രതിഫലമാണ്. അപ്പം അറഫ മരുഭൂമിയിൽ ഒരുമിച്ച് കൂടുന്ന ഒരു മനുഷ്യൻ്റെ ആ ഒരു പുണ്യം, ഇത് അറഫ ദിവസത്തിലുള്ള കർമ്മമാണ്. പിന്നെ കഅബ ഷരീഫിൻ്റെ അടുക്കൽ എന്നും പുണ്യമാണ്. കഅബ ഷരീഫിൻ്റെ ചുറ്റും തവാഫ് ചെയ്യുമ്പോൾ ചെയ്യുന്ന ദുആ, കഅബയെ നോക്കിയുള്ള ദുആ, അജറുൽ അസ്വദിൻ്റെ സമീപത്തുള്ള ദുആ, ഇബ്രാഹിം മഖാമിൻ്റെ പിന്നിൽ നിസ്കരിക്കുമ്പോഴുള്ള ദുആ, ഇതൊക്കെ പ്രതിഫലമാണ്. അതൊക്കെ വലിയ പ്രതിഫലമാണ്. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, ഒരു മനുഷ്യൻ ഒമൻ സല്ലാ ഖൽഫൽ മഖാം, ഇബ്രാഹിം മഖാമിൻ്റെ പിന്നിൽ നിന്ന് 2 റക്അത്ത് നിസ്കരിച്ചാൽ, തവാഫ് കഴിഞ്ഞാൽ സുന്നത്തായൊരു കാര്യമാണ് ഇബ്രാഹിം മഖാമിൻ്റെ പിന്നിൽ നിന്ന് 2 റക്അത്ത് നിസ്കരിക്കുക എന്നുള്ളത്. ചിലപ്പോൾ സൗകര്യം കിട്ടും, അല്ലെങ്കിൽ വലിയ തിരക്കാകുമ്പോൾ നമുക്കത് സാധ്യമായിക്കൊള്ളണമെന്നില്ല. അപ്പോൾ ഏതെങ്കിലും ഒരു ഭാഗത്ത് നിസ്കരിച്ചാൽ മതി. ഇബ്രാഹിം മഖാമിൻ്റെ പിന്നിൽ നിന്ന് 2 റക്അത്ത് നിസ്കരിക്കാൻ ഭാഗ്യം കിട്ടിയാൽ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, അവൻ്റെ എല്ലാ പാപവും അല്ലാഹു പുറത്തു, അവൻ്റെ എല്ലാ ദോഷവും അല്ലാഹു പുറത്തു. അവന് ഒരു ദോഷമില്ല.
അവൻ മുൻകഴിഞ്ഞു പോയ എല്ലാ ദോഷങ്ങളും അവനിക്ക് അല്ലാഹു പുറത്തു കൊടുത്തു. അതുപോലെ അവൻ്റെ എല്ലാ ദോഷവും പുറത്തു. ഇബ്രാഹിം മക്കാമിൻ്റെ പിന്നിൽ നിസ്കരിച്ച ആളുകളുടെ എണ്ണത്തിനനുസരിച്ചുള്ള നന്മകൾ അല്ലാഹു തആല മനുഷ്യന് കൊടുക്കും. അല്ലാഹു തആല യൗമൽ ഫസഇൽ അക്ബർ, ആ എരിപൊരി കൊള്ളുന്ന മഹ്ശറ വൻസഭയിൽ അല്ലാഹു അവനിക്ക് നിർഭയത്വം കൊടുക്കും. മാത്രമല്ല അമൻ സ്വല്ലാ തഹ്തൽ മീസാബ്, ശുദ്ധ കാബാലയത്തിൻ്റെ ഒരു ഭാഗത്താണ് മിസാബ്, സ്വർണ്ണപ്പാത്തിയുള്ളത്. അതിൻ്റെ പിന്നിൽ ഒരാൾ നിസ്കരിച്ചാൽ ഖറജ മിൻ ദുനൂബിഹി കയൗമി വലദത്ഹു ഉമ്മു, അവൻ്റെ ഉമ്മ അവനെ പ്രസവിച്ച പോലത്തെ പ്രതിഫലം അല്ലാഹു കൊടുക്കുകയാണ്. മിസാബിൻ്റെ താഴെ നിസ്കരിക്കാൻ ഒരാൾക്ക് അവസരം കിട്ടിയാൽ അവനിക്ക് അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലം അവൻ്റെ ഉമ്മ അവനെ പ്രസവിച്ച പോലെയുള്ള, അവനെ പാപമുക്തനാക്കുകയാണ്, ശുദ്ധ മനസ്സിൻ്റെ ഉടമയാക്കുകയാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹു നമുക്കൊക്കെ ഹജ്ജിനും ഉംറക്കും പോകാൻ ഭാഗ്യം നൽകട്ടെ. ഈ വീഡിയോ കേൾക്കുന്ന ശ്രദ്ധിക്കുന്ന എല്ലാവർക്കും അല്ലാഹു, വിശ്വാസികളായിട്ടുള്ള എല്ലാവരോടും ദുആ കൊണ്ട് വസിയത്ത് ചെയ്യുന്നു. എല്ലാവർക്കും അല്ലാഹു തൗഫീഖ് നൽകട്ടെ, ഭാഗ്യം കിട്ടട്ടെ. ആമീൻ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.